കൂടി, വില കൂടി, ഓരോന്നിനും കൂടി. ഇതിനനുസരിച്ച് ആ ശമ്പളവും കൂടെ ഒന്ന് കൂട്ടി കിട്ടിയിരുന്നെങ്കിൽ. അല്ല, കൂട്ടാനായിട്ട് പ്രത്യേകിച്ച് ശമ്പളമൊന്നുമില്ല. വീട്ടമ്മമാർക്ക് ഇന്ന് ശമ്പളം നാളെ ശമ്പളം എന്ന് പറയുന്നുണ്ട്, ചോദിക്കാനും പറ്റണില്ല. നമസ്കാരം, വീണിടം വിദ്യാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. പണ്ടൊക്കെ വില കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡിലിറങ്ങി സമരം ചെയ്യുമായിരുന്നു. ഇപ്പം സമരത്തിന്റെ മുറ തന്നെ അങ്ങ് മാറി. പെട്രോളിന് വില കൂടി കഴിഞ്ഞാൽ വണ്ടി കെട്ടി വലിച്ച് സമരം. പച്ചക്കറിക്ക് വില കൂടിയപ്പം നടു റോഡിൽ അവിയലുണ്ടാക്കി സമരം. സവാളയ്ക്ക് വില കൂടിയപ്പം ചിക്കൻ ഫ്രൈയിൽ കേബേജ് അരിഞ്ഞിട്ട് സമരം. സ്വർണത്തിന് വില കൂടിയപ്പം ഓടിക്കൊണ്ടുപോയി മത്സരിച്ച് പണയം വെച്ച് സമരം. മലയാളികളോടാണ് കളി. 5000 രൂപ കൊടുത്താലും കിട്ടാനില്ലാത്ത ഗ്യാസ് പോലെ ജീവിതം. പണ്ട് എന്നും കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഗ്യാസുകാരൻ സുഗുണൻ ചേട്ടനെ ഇപ്പൊ കാണാനേ ഇല്ല. ഇനി കണ്ട ഞാൻ ഗ്യാസ് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കണ്ണ് വെട്ടിച്ച് വളഞ്ഞ് വേറെ വല്ല വകയിൽ കൂടെ പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഗ്യാസ് നീ കുറച്ച് ഉപയോഗിക്കണമെന്ന് കെട്ടിയാൽ. അല്ല ചേട്ടാ, കുറച്ച് ഉപയോഗം എന്ന് വെച്ചാൽ ഈ അരി പകുതി മാത്രം വേവിച്ച് വാർക്കയോ, ഇല്ല പാല് തിളയ്ക്കാതെ വെറുതെ ചൂടാവുമ്പോൾ തേയില ഇട്ടോ, ദോശ മറച്ചിടാതെ ഒരു സൈഡ് മാത്രം വേവിച്ച് തന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പം അങ്ങേര് പറയുകയാണ്, നീ ഹോട്ടലുകാരെ പോലെ ഗ്യാസ് കത്തിച്ചു വെച്ചിട്ട് കഞ്ഞിക്കല എടുക്കാൻ പോവാതെയോ ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ട് മാവരയ്ക്കാൻ പോവാതെ ഇരുന്നാൽ തന്നെ ഈ വീട്ടിലെ പകുതി ഗ്യാസ് ലാഭിക്കാം. അതിന് അടുക്കള പൂട്ടിയിട്ട് എനിക്ക് നിസ്സഹകരണ സമരം ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരത് ലാഭമായിട്ട് എടുത്തിട്ട് കെട്ടിയവനും കുട്ടികളും വെളിയിൽ പോയി വല്ല നല്ല ഭക്ഷണം കഴിച്ചളയും. അതുകൊണ്ട് മാത്രം തുനിഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് മാജിക്കെന്ന് അറിഞ്ഞൂടാ. സാധനങ്ങളുടെ വില കുറയും. ഇനി കുറഞ്ഞില്ലെങ്കിൽ കൂടാതെയെങ്കിലും ഇരിക്കും. ഇതിപ്പോ ജയിച്ച പാർട്ടിയാണ് കൂട്ടണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു. അവർക്ക് ഇനി 5 വർഷത്തേക്ക് ഒന്നും നോക്കായില്ലല്ലോ. ഇതിപ്പോ തോറ്റതിന്റെ പ്രതികാരം തീർക്കണതാണോ? പെട്രോൾ കൂടി, ഡീസൽ കൂടി, കൂട്ടത്തി CNG കൂടി. പെട്രോൾ പമ്പിന്റെ അടുത്തൂടെ പോയ ഷോക്ക് അടിക്കും. അമ്മാതിരി റിവഞ്ച്. അല്ല, തിരുവനന്തപുരം 2 എണ്ണം തന്നായിരുന്നു. നമ്മളോട് മാത്രമെങ്കിലും എന്തെങ്കിലും കരുണ പറ്റൂലല്ലേ. ഈ വിലക്കയറ്റം തടയാൻ ഏറ്റവും നല്ല മാർഗം അടുത്തടുത്ത് ഇലക്ഷൻ വരണം. മിനിമം 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പെങ്കിലും വരണം. അതാകുമ്പോൾ മരിച്ചു കിടന്ന് ജോലി ചെയ്തിട്ട് മാസാവസാനം മുതലാളിയുടെ ഫ്രണ്ടിൽ ചെന്ന് തലചൊറിഞ്ഞു നിന്ന് ശമ്പളം വാങ്ങിക്കുന്നത് പോലെ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ കൂടുതൽ വിളച്ചിലെടുത്താൽ മാറ്റി കുത്തുമെന്ന് പറഞ്ഞ് നമുക്ക് ഭീഷണിപ്പെടുത്തായിരുന്നു. എന്ത് നടക്കാത്ത സ്വപ്നം. ഏറ്റവും കോമഡി, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടുതൽ കാരണം CNG എടുത്ത കൂട്ടുകാരനെ ആലോചിച്ചാണ്. ഒറ്റ പ്രാവശ്യം CNG അടിച്ച 200 കിലോമീറ്റർ വരെ പറക്കാന്ന്. പക്ഷേ ആ ഒരൊറ്റ പ്രാവശ്യം അടിക്കണമെങ്കിൽ കാറിൽ ഇരിക്കണവരെല്ലാം വെളിയിൽ ഇറക്കിയിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും കാത്ത് കെട്ടി CNG അടിക്കണം. എന്നാൽ പോണ പോക്കിൽ ലാഭം പിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ പെട്രോളാണോ ഡീസലാണോ അതോ ഇനി CNG ആണോ ആദ്യം 200 തൊടുക എന്നുള്ള മത്സരമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിലേ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ക്രൂഡ് ഓയിലിൻ്റെ കോമഡിയും കൊണ്ട് ആരും വരരുത്, ചിരിക്കാൻ വയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ പെട്രോളിന് 7 രൂപയുടെ ലാഭം ഉണ്ടെന്നും പറഞ്ഞു 100 കിലോമീറ്റർ കടന്നുപോയി 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് തിരിച്ചു വരണം ചങ്കുകൾ. കണക്കിൽ വലിയ പിടുത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ലാഭമായിട്ട് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നോട്ടെ. എങ്കിൽ പിന്നെ ഇവർക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് അങ്ങ് സെറ്റിലായാൽ പോരെ. അവിടെ ജോലി ഇല്ലാതെ ഇരിക്കുന്നവർക്ക് മാസം 4000 രൂപ. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് 1 പവൻ സ്വർണവും ഒരു പട്ടസാരി. ഇനി കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ഒരു തള, തായ്മാമൻ വളർത്ത സിസ്റ്റം. മാസത്തിൽ 200 യൂണിറ്റ് വരെ കറണ്ട് ഫ്രീ. വർഷത്തിൽ 6 കുറ്റി ഫ്രീ. പിന്നെന്താ, പോയാലോ? കുറച്ച് ചൂട് കൂടുതലായിരിക്കും. പോകുമ്പോൾ ഒരു AC കൂടെ പൊക്കിക്കൊണ്ട് പോയാൽ മതി. ഇതിൻ്റെ ഇടയിൽ നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞു ഇനി ആരും സ്വർണം വാങ്ങിക്കരുതെന്ന്. അതൊരു ന്യൂ ടെക്നിക്കാണ്. കുറച്ചു കാലം ആരും സ്വർണം വാങ്ങിക്കാതിരുന്ന സ്വാഭാവികമായിട്ട് സ്വർണത്തിൻ്റെ വില ഇടിയും. നമ്മൾ കേൾക്കും, പറഞ്ഞത് പുള്ളിയല്ലേ. ഇനി വില ഇടിഞ്ഞാൽ നമ്മൾ പണയം വെച്ചിരിക്കുന്നിടത്ത് കൂടുതൽ കൊടുക്കേണ്ടി വരും. അക്ഷയ തൃതീയ പോലെ പറ്റിക്കൽ ഡേറ്റ് ഉള്ളിടത്തോളം കാലം എൻ്റെ പൊന്ന് സാറേ, ആര് വാങ്ങിയില്ലെങ്കിലും ഉള്ളത് കൊണ്ട് വിറ്റിട്ടാണെങ്കിലും മലയാളി പുതിയത് വാങ്ങിയിരിക്കും. പെട്രോൾ, ഡീസൽ, സ്വർണം, ഗ്യാസ്, പാല് ഇതിൻ്റെയൊക്കെ വില കൂടിയതിൻ്റെ ടെൻഷൻ കാരണം ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ എന്ന് വിചാരിച്ച് അടുത്തുള്ള ജ്യൂസ് കടയിൽ കയറിയപ്പം ജ്യൂസ് ഉണ്ടാക്കണ ബാലെണ്ണം പറയണം ഒരു നാരങ്ങ വെള്ളത്തിന് 40 രൂപ. അതെന്തണ്ണ അമ്മാതിരി ഒരു പേച്ചെന്ന് ചോദിച്ചപ്പോൾ അണ്ണം പറഞ്ഞ കഥ കേട്ട് എൻ്റെ ചങ്ക് തകർന്നു പോയി. അങ്ങ് പൊള്ളാച്ചിയിൽ നാരങ്ങ കൃഷി ചെയ്യണം ആറുമുഖ അണ്ണൻ. നോട്ട് ദ പോയിന്റ്, നാരങ്ങ തന്നെ ഉണ്ടാവില്ല. വെളുപ്പിന് പുലർച്ചെ നാരങ്ങ പറിക്കാനായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഭാര്യ കമലാക്ഷിയൊക്കെ പറഞ്ഞു ഗ്യാസ് തീർന്നു പോയി അണ്ണ, അതിനാൽ കട്ടൻ ചായ കിടക്കാതെന്ന്. രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കാത്തതിൻ്റെ ഒരു വിഷമം കാരണം അണ്ണന് നാരങ്ങ പറിക്കാൻ അത്രയും ഉഷാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുത്ത് അണ്ണൻ നാരങ്ങ പറിക്കാൻ. നാരങ്ങ എല്ലാം ചാക്കി കെട്ടിക്കൊണ്ടൊന്ന് ലോറി കയറ്റിയപ്പം ആ ഒരൊറ്റ മണിക്കൂറിൽ പെട്രോളിൻ്റെ വില കൂടി. ആ നാരങ്ങയും കൊണ്ട് ബോർഡർ താണ്ടി വന്നപ്പം കമലാക്ഷിയൊക്കെ വീണ്ടും വിളിക്കുന്നു, അണ്ണാ ഗ്യാസ് വന്ന് വില കൂടി പോച്ചിരുന്നു. ആ ഒരു ടെൻഷനിൽ ഇരുന്നപ്പം റോഡിൽ വെച്ചിട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരുന്നപ്പം ഫോൺ ഉപയോഗിച്ചു എന്നും പറഞ്ഞിട്ട് പോലീസിൻ്റെ വക ഒരു പെറ്റി. രാവിലെ കട്ടൻ ചായ കുടിക്കാത്തതിൻ്റെ കേട് ഇതും കൂടെ ആയപ്പം അണ്ണൻ്റെ കൺട്രോൾ അങ്ങ് പോയി.
തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറി കാര്യം സാധിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറയുന്നു പെട്രോൾ അടിച്ചാലേ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ നിയമമാണെന്ന്. ഒന്ന് വെളുക്കിരിക്കാൻ പെട്രോൾ അടിക്കേണ്ടി വന്ന് ആറുമുഖ അണ്ണൻ. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വണ്ടി കയറിയപ്പോൾ ആ ഒരൊറ്റ മണിക്കൂറിൽ പെട്രോളിൻ്റെ വില വീണ്ടും കൂടി. അതിൻ്റെ എല്ലാം കലിപ്പ് ആറുമുഖ അണ്ണൻ ആ നാരങ്ങയിൽ തീർത്ത്. ആർക്ക് പോയി? ഒരൊറ്റ നാരങ്ങ വെള്ളം കുടിക്കാൻ പോയ നമുക്ക് പോയി. ബഡ്ജറ്റ് വരുമ്പോൾ നമ്മൾ സാധാരണക്കാർ വിചാരിക്കും എല്ലാം ശരിയാവും. പക്ഷെ ഓരോ ബഡ്ജറ്റ് വരുമ്പോൾ നമ്മുടെ പോക്കറ്റ് നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. ഇത് വല്ല രാഷ്ട്രീയക്കാരോട് പറഞ്ഞാൽ അവരുടനെ പറയും ഇതൊക്കെ വികസനത്തിൻ്റെ ഭാഗമാണ്. റോഡിലെ കുഴി അടയ്ക്കാൻ പൈസയില്ല, KSRTCക്ക് ഡീസൽ അടിക്കാൻ പൈസയില്ല. പക്ഷെ വിലക്കയറ്റം വരുമ്പോൾ മാത്രം അവരുടെ തലയ്ക്ക് ഒരു ഓളവും ഇല്ല. അല്ല ചേട്ടന്മാരെ, നമ്മളല്ലേ വോട്ടിട്ടതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും സബ്സിഡി കിട്ടുമെന്ന് ചോദിച്ചാൽ അതുമില്ല. പണ്ടൊക്കെ ഒരു 10 പവൻ്റെ മാലയോ 5 പവൻ്റെ ചങ്ങലയോ ഒക്കെ ഇട്ടവനായിരുന്നു വലിയ പണക്കാരൻ. ഇപ്പോൾ സ്വന്തം വണ്ടിക്ക് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണമെന്ന് തന്നെ വലിയ പണക്കാരനാണ്. ഇനി വരുമാനം കൂടിയില്ലെങ്കിലും വിലക്കയറ്റം കുറയൂല. ഉള്ളതുകൊണ്ട് ജീവിക്കാനും ഇനി ഇല്ലേലും ജീവിക്കാനും നമ്മളും നമ്മുടെ തലമുറയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതിനി ആര് ഭരിച്ചാലും ഇല്ലെങ്കിലും. ഇനിയുള്ള കാലത്ത് എന്തേലും ഒരു മാറ്റം വരുമെന്ന ശുഭപ്രതീക്ഷയും.